അതേപോലെ ആ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഭഗവാൻ തന്നെയാണ് ആ ശക്തി തരുന്നത് അല്ലേ. നമുക്കൊന്നും യാതൊരു കഴിവുമില്ല. ഭഗവാൻ വിചാരിക്കണോ, ഭഗവാൻ തീരുമാനിക്കണോ, അതിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് എങ്ങനെയൊക്കെയോ മംഗളാവണു, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സങ്കല്പത്തില് ഇവിടെ ഇന്ന് ഈ നാരായണീയം ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിനനുസരിച്ച് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. എത്തിച്ചേരാൻ പറ്റാത്തവര് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോ ആ ഒരു ഭാവത്തില് ഇന്ന് ഈ ആദ്യത്തെ ദിവസം നമ്മൾ നാരായണീയം സമർപ്പിക്കുമ്പോൾ ഇനി വരണ ആ 364 ദിവസവും അതെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ ഭഗവാൻ അനുഗ്രഹിച്ചും കൊണ്ട് ആ ഭഗവാന്റെ സ്മരണ ഉണ്ടായും കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഈ നാരായണീയ പാരായണം സമർപ്പിക്കണ ഈ ഒരു സന്ദർഭത്തില് ഭഗവാനെ കുറിച്ച് 2 വാക്ക് പ്രഭാഷണമായിട്ട് പറയണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വാസന്തി ആന്റിയും മുരളീങ്കളും. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പ്രഭാഷണം ആദ്യമാണ്. കാരണം ഒരു വേദിയിലിരിക്കുന്ന ആൾക്കാരെ അഭിമുഖീകരിച്ചിട്ട് കഥ പറയാന്നൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. എന്നാ കഥ പറയാറില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അവിടെ കഥ പറയാറുണ്ട്. പക്ഷെ അവിടെയുള്ള സങ്കല്പം ഈ ഒരു ശൈലിയല്ല. അവിടെ എന്ന് പറയുമ്പോൾ ആദ്യം മുതലേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അവിടെ ഇടുന്ന ഓരോ വീഡിയോ അതെ ഭഗവാൻ ഒരു അർച്ചനയായിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അതില് ഒരു ശ്രോതാവ് വക്താവ് എന്നുള്ള ഒരു ഭാവമൊന്നും വരുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു രീതിയിൽ പറയണം എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. കാരണം അതിനുള്ള അറിവോ കഴിവോ യോഗ്യതയോ ഒന്നും എനിക്കില്ല. ഇവിടെ ഇരിക്കണ എല്ലാവരും എനിക്ക് പ്രായം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും എന്നെക്കാളും മുതിർന്നവരാണ്. എന്നെക്കാളും എന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കണ ആൾക്കാരാണ്. അപ്പോ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരുടെ മുൻപിൽ ഒരു വക്താവായിട്ട് ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാലും ഇങ്ങനെ പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ, ഏത് രീതിയിലാണ് അത് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിൽ വിചാരിച്ചപ്പോ അമ്മ പറഞ്ഞു, അതിന് ഒരു ശ്രോതാവ് വക്താവ് എന്നുള്ള ഭാവത്തിൽ ചിന്തിക്കേണ്ട. എങ്ങനെയാണോ ചാനലിൽ ചെയ്യാറ് ഭഗവാന് സമർപ്പണമായിട്ട് ഭഗവാനെ അർച്ചിക്കുന്നതായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ യാതൊരു പരിഭ്രമോ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനമായി. എന്നാ അങ്ങനെ ആവാം. ഭഗവാനെ ചിന്തിച്ചും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രോതാക്കളല്ല, ഓരോരുത്തരും ഭഗവാൻ തന്നെയാണ്. ചാനലിൽ ഇടുന്ന പോലെ ആ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് പറയണ പോലെ ഇവിടെ ഇരിക്കണ ഓരോരുത്തരിലും ഉള്ള ഭഗവാനെ നമസ്കരിച്ചും കൊണ്ട് എന്റെ ഉള്ളിലുമുള്ള ഈശ്വര സാന്നിധ്യം തന്നെ പറയുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ അഞ്ജലി എന്നുള്ള ഒരാളിന് ഇവിടെ യാതൊരു എന്താ പറയാ അസ്തിത്വവും ഇല്ല. ആ ഗുരുവായൂരപ്പൻ എന്നുള്ള ആൾക്ക് മാത്രമേ ഇവിടെ യാതൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അമ്മ അത് പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനായി. അതിൽ അത്ഭുതമില്ല. അമ്മ ഗുരുവാണ്. ആരാണ് ഗുരു എന്നുള്ള ആ ഒരു കാര്യം ചിന്തിച്ചപ്പോ ഗുരു എന്നുള്ള വാക്കിന് നമ്മൾ പല തരം വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്. വിദ്യ പറഞ്ഞു തരുന്ന ആള്, അല്ലെങ്കിൽ അറിവ് പകർന്നു തരുന്ന ആള്, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി കാണിക്കുന്ന ആള് എന്നൊക്കെ നമ്മൾ ഗുരു എന്ന് പറയാറുണ്ട്. പക്ഷെ ആചാര്യന്മാര് പറയും ഈ അർത്ഥങ്ങളൊക്കെ സത്യം പറഞ്ഞ അപൂർണാണെന്ന് പറയും. കാരണം അറിവ് വിദ്യ എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള വിദ്യകളാവാല്ലേ. ഇപ്പോ ലോകത്തിലെ തീവ്രവാദം നടക്കുന്നുണ്ട്, മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുക, ചില സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ വധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യണ ആൾക്കാര് ഇത് സ്വയമേവ അറിഞ്ഞ് ചെയ്യണവരല്ല. അവർക്കും ഇത് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വിദ്യ, ആ ഒരു അറിവ് പകർന്നു കൊടുക്കണ ആള് ഗുരു ആണോ? അല്ല, അയാള് ഗുരു അല്ല അല്ലെ. അപ്പൊ എങ്ങനെയുള്ള ആളാണ് ഗുരു? ഗുരു എന്ന് പറയുമ്പോ യഥാർത്ഥത്തില് ഭാഗവതം പറയും ഷഷ്ഠസ്കന്ധത്തില് ആ ഇന്ദ്രന്റെ ഗുരുനിന്ദയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അഷ്ടമസ്കന്ധത്തില് മഹാബലിയുടെ ആ ഗുരുഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ഭാഗവതം സൂചിപ്പിക്കുന്നുണ്ട്. ഗുരു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ പരിചയപ്പെടുത്തി തരുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഗുരു. അപ്പോ ആദ്യം പറഞ്ഞ ആ വ്യാഖ്യാനങ്ങളൊക്കെ ഒന്നും കൂടി നോക്കി നോക്കൂ. വിദ്യ പറഞ്ഞു തരുന്ന ആളെന്ന് പറഞ്ഞു. നമുക്കറിയാം ഭാഗവതത്തിലെ ഒരു ഉണ്ണിയെ കുറിച്ച് അറിയാം, ധ്രുവൻ അല്ലെ. ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചു പുറപ്പെട്ട ആളാ. പക്ഷെ ധ്രുവന് 5 വയസ്സായ ആ ബാലകന് ഭഗവാന്റെ രൂപം എന്താന്ന് അറിയില്ല. ഭഗവാന്റെ ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന് അറിയില്ല. എവിടെ ഇരുന്നിട്ടാണ് ഭഗവാനെ തപസ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. എന്നാ ഉറപ്പിച്ചിട്ടുണ്ടേനും ഭഗവാനെ കണ്ടിട്ടേ ഇനി പോകുന്നുള്ളൂ. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ ഇരുന്ന ആ ഉണ്ണിയെ അവിടെ അനുഗ്രഹിച്ചും കൊണ്ട് ഒരു ഗുരു വരുന്നത് നമുക്ക് കാണാം. നാരദ മഹർഷി എന്താണ് പറഞ്ഞു കൊടുത്തത്? വിദ്യ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ആദ്യം പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് വിദ്യ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്.
പക്ഷെ എങ്ങനെയുള്ള വിദ്യയാണ്? ഭഗവാനെ ആരാധിക്കാനുള്ള വിദ്യയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോ ആ ആദ്യം പറഞ്ഞ വ്യാഖ്യാനം നോക്കൂ, അവിടെ പൂർണ്ണമാവണത്. ആ ഒരു ഫാക്ടർ, ഗുരുവായൂരപ്പൻ എന്നുള്ള ഒരു ഫാക്ടർ അതിലേക്ക് ചേരുമ്പോഴേക്കും അത് പൂർണ്ണമായി അല്ലെ. ഇനി അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ വേറൊരു ഉണ്ണിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ആരാണ്? അസുരകുലത്തിൽ ജനിച്ച ആളാ. പോരാ, ഈ ലോകത്തിൽ ഇത്രയും വലിയ ഒരു ഹരിവിദ്വേഷി ഇല്ല. അങ്ങനെയുള്ള ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ട് ജനിച്ച ആളാ. എന്നാ ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ട് ജനിച്ച ആളാണെങ്കിൽ ഹിരണ്യകശിപുവിന്റെ ജീനും കൊണ്ടല്ലേ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടേണ്ടത്? ഈ ലോകം മുഴുവൻ മുടിച്ച ഒരു ദുഷ്ടൻ എന്നുള്ള ഭാവത്തിലാണ് പ്രഹ്ലാദനെ അറിയപ്പെടേണ്ടത്. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാ പ്രഹ്ലാദനെ അറിയാം? ഇത്രയധികം ഹരിപ്രേമം ഉള്ള ഒരു ഉണ്ണി ഇനിയില്ല. അല്ല, ഇത്രയധികം ഹരിക്ക് പ്രേമം ഉള്ള ഒരു ഉണ്ണി ഇനിയില്ല അല്ലെ. അത്രയ്ക്ക് ആ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായ ആ ഭക്ത ശിരോമണിയായ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ എന്തുകൊണ്ട് അതിന് സാധിച്ചു? നമുക്കറിയാം, കയാധുവിന്റെ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇന്ദ്രൻ വന്നിട്ട് വധിക്കാൻ പുറപ്പെടുമ്പോ അവിടുന്ന് രക്ഷിച്ച് തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഇതേ നാരദ മഹർഷി ആണ് അല്ലെ. അറിവ് കിട്ടിയെന്നാണ് പ്രഹ്ലാദന്. ആരെക്കുറിച്ചുള്ള അറിവാണ് കിട്ടിയത്? ഭഗവാനെ കുറിച്ചുള്ള അറിവ് ആ നാരദ മഹർഷിയുടെ അടുത്ത് നിന്ന് കിട്ടി. നോക്കൂ, ആ രണ്ടാമത്തെ അർത്ഥം അവിടെ പൂർണ്ണമായി. അറിവ് പകർന്നു കൊടുക്കുന്ന ആള് ഗുരു അല്ല, ഭഗവാനെ കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന ആള് ഗുരു. അത് കാരണം തന്നെയാണ് പ്രഹ്ലാദന് അത്രയും വലിയൊരു സ്ഥാനത്തേക്ക്, ഇത്രയും വലിയൊരു നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചത്. മൂന്നാമത്തെ അർത്ഥം പറഞ്ഞു, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി തെളിക്കുന്ന ആളെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് അന്ധകാരം? അതിന്റെ വാച്യാർത്ഥം എടുക്കണ്ട. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിൽ അറിവില്ലായ്മ തന്നെയാണ് അന്ധകാരം. അന്ധകാരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറിവില്ലായ്മ ഉണ്ടാവുക? പലതരം ദുർവികാരങ്ങളുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. അഹങ്കാരം, കാമം, ക്രോധം, മതം, മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ല ഉദാഹരണം അഹങ്കാരത്തിന്റെ തന്നെ പറയാം. താൻ എല്ലാം തികഞ്ഞ ആളാണെന്നുള്ള ഭാവമാണ് അഹങ്കാരം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും പുതിയ ഒരു അറിവ് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം താൻ എല്ലാം തികഞ്ഞ ആളല്ലേ. അപ്പൊ എങ്ങനെയാണ് പുതിയൊരു അറിവ് തനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ അന്ധകാരം. അപ്പൊ അങ്ങനെ ഒരു അന്ധത, ഈ ദുർവികാരങ്ങളുടെ അന്ധകാരത്തില് ഇരിക്കുന്ന വേറൊരു കഥാപാത്രത്തിനെയും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. വ്യാസമഹർഷി ഈ ഭാഗവതം ഉൾപ്പെടെയുള്ള 18 പുരാണങ്ങള്, മഹാഭാരതം എന്നുള്ള ഇതിഹാസമൊക്കെ രചിച്ച ആളാ. പക്ഷെ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം ഒരു അന്ധകാരത്തിൽ ഇരിക്കുന്നത്, തൃപ്തിയില്ലായ്മ എന്നുള്ള ഒരു അന്ധകാരം. മഹാഭാരതം എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പൂർണ്ണത കിട്ടണില്ല എന്നാ, ഒരു തൃപ്തി കിട്ടണില്ല. ഇല്ല, താൻ ചെയ്തത് അങ്ങോട്ട് ഭംഗിയായില്ല, എന്തോ ഒരു കുറവ് പോലെ. ആ അന്ധകാരത്തിലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി എത്തുന്ന ഒരു ഗുരു ഉണ്ട്. ഇതേ നാരദ മഹർഷി തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. തന്റെ പൂർവ്വജന്മത്തിലെ ആ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്താണ് വേണ്ടത്? ആ വെളിച്ചത്തിലേക്കുള്ള വഴി തെളിക്കുക എന്ന് പറയുമ്പോ എന്തിന്റെ തിരിയാണ് കത്തിക്കേണ്ടത് എന്ന് അവിടെ കാണിച്ചു തരികയാണ്. ഭക്തി എന്നുള്ള തിരി കത്തിക്കുമ്പോ ആ ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഗ്രന്ഥം അങ്ങോട്ട് എഴുതി വെക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഉള്ള ആ ഗ്രന്ഥം, ഭാഗവതം എന്നുള്ള ഗ്രന്ഥം നമുക്ക് കിട്ടി. അപ്പോ വീണ്ടും അതെ, ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, വെളിച്ചമാകണ ഗുരുവായൂരപ്പനിലേക്ക് തിരി തെളിക്കേണ്ടത് ഭക്തിയുടെ ആ തിരിയാണെന്ന് ആ തിരി തെളിയിച്ചു കൊടുക്കണ ഗുരു, അതാണ് യഥാർത്ഥത്തില് ആ ഗുരുനാഥന്റെ ആ ഒരു വ്യാഖ്യാനം എന്ന് വീണ്ടും നാരദ മഹർഷി കാണിച്ചു തന്നു. അപ്പൊ നാരദ മഹർഷിയെക്കാളും നല്ലൊരു ഗുരുനാഥൻ ഇനി ഇല്ല. ഇത്രയും നല്ല ഒരു ഉത്തമ ഉദാഹരണം ഇനി ഇല്ല. അങ്ങനെയുള്ള ആ നാരദ മഹർഷിയെ നമസ്കരിച്ചും കൊണ്ടാണ് ഭാഗവതം ആരംഭിക്കണ തന്നെ. മഹാത്മ്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഗുരുനാഥൻ, എല്ലാ അർത്ഥങ്ങളും ഇപ്പൊ പൂർണ്ണമാവുകയാണ് ഗുരുവിന്റെ. ഏതാണ് ആ ഗുരുവിനെ, ഗുരുവായൂരപ്പനെ പരിചയപ്പെടുത്തി തരുന്ന ആള് യഥാർത്ഥത്തില് ഗുരു. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അനേകം ഗുരുക്കന്മാര്, അനേകം ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സദസ്സിൽ ഇരുന്ന് പറയാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും അനുഗ്രഹം കൂടാണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല. എല്ലാവരും ആചാര്യരൂപം, എന്താ പറയാ, മനുഷ്യരൂപത്തിലുള്ള ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്, ഗ്രന്ഥരൂപത്തിലുള്ള ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. എന്നാ അവരൊക്കെ ആരോ ആദ്യം പറഞ്ഞു തന്നതിന്റെ ആ പറഞ്ഞു നിർത്തിയോടത്തുനിന്ന് തുടർന്ന് പറയുകയേ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഗുരുവായൂരപ്പനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠരായ എന്റെ ഗുരുനാഥന്മാര് അത് അമ്മയും അച്ഛനുമാണ്. ആദ്യം തന്നെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ ഉച്ചരിക്കാൻ പ്രായമാവണതിന് മുൻപ് ഒരു അനുഷ്ഠാനം എന്നുള്ള പോലെ ആ ഭഗവാന്റെ നാമം അവര് ചൊല്ലണത് കേട്ട് ശ്രവണത്തിലൂടെ ആ നാമത്തിനെ പരിചയപ്പെട്ടു. ഉച്ചരിക്കാൻ പ്രായമായപ്പോ എങ്ങനെയാണ് ഭഗവാന്റെ നാമം ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി തന്നു. പോരാ, മറ്റുള്ള ആ ഗുരുക്കന്മാരെന്ന് പറഞ്ഞല്ലോ, അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തന്നു. ഭാഗവതം മുതലായ സത്സംഗ വേദികളിൽ കൊണ്ടുപോയി ആ അറിവിന്റെ ആ മാർഗത്തിലേക്ക്
അവര് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുനാഥന്മാര്, അച്ഛൻ, അമ്മ, അവരെ ആദ്യം വന്ദിച്ചും കൊണ്ട് ആരംഭിക്കുകയാണ്. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ. ഇനി അടുത്തതായിട്ട് അവരെന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊരു കർമ്മം ചെയ്യണതിന് മുൻപും ആദ്യം വിഘ്നേശ്വരനെയാണ് വന്ദിക്കേണ്ടത്. പ്രഥമ പൂജ്യനാണ് ഗണപതി ഭഗവാൻ. എന്നാ പ്രഥമ പൂജ്യനാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ മുന്നേ വേണ്ടേ വന്ദിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വിഘ്നേശ്വരൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം കഥ. മത്സരം സഹോദരങ്ങൾ തമ്മിൽ ലോകം മുഴുവൻ പ്രദക്ഷിണം വെക്കേണ്ട ഒരു മത്സരം പറഞ്ഞപ്പോ തന്റെ അച്ഛനമ്മമാരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിലും വലിയൊരു സ്ഥാനം ഒരു പുത്രനെ സംബന്ധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ തന്നെയാണ് ആദ്യം, പിന്നെ മൂന്നാമത് മതി എന്നുള്ള ഒരു ഭാവമാണ്. അങ്ങനെയുള്ള ഗണപതി ഭഗവാനെ മൂന്നാമതായിട്ട് വന്ദിക്കുകയാണ്. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. പറഞ്ഞൂലോ, അനേകം ആചാര്യന്മാര്, അനേകം ഗുരുക്കന്മാര്, അവരെയൊന്നും ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ സാധിക്കില്ല. ഈ സദസ്സിലിരിക്കണവരടക്കം ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് ആ അറിവിന്റെ മാർഗം കാണിച്ചു തന്ന ആൾക്കാരാണ് കുട്ടിക്കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ സജ്ജനങ്ങളെയും ആചാര്യന്മാരെയും ജഗദ്ഗുരു ആയിട്ടുള്ള മഹാദേവന്റെ അംശമായിട്ട് കണ്ടുകൊണ്ട് ആ മഹാദേവനെ നമസ്കരിക്കുകയാണ്. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. ഇനി ഈ ഗുരുക്കന്മാരെല്ലാവരും പരിചയപ്പെടുത്തി തന്ന ഗുരുവായൂരപ്പനെ അവസാനമായിട്ട്, എന്തുകൊണ്ടും ഗുരുവായൂരപ്പനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് ഗുരു. അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഗുരുവിനെ വന്ദിച്ച ശേഷം ഇതാ ഗുരുവായൂരപ്പനെ വന്ദിക്കുകയാണ്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. ഇനി ഇന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ ഈ ആചാര്യവന്ദനത്തിന് എടുത്തത്, അത് കൂടാണ്ട് ആ ഭാഗത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് തോന്നി. സമയപരിമിതി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാലലീല എന്ന് പറയുന്ന കഥാപ്രകരണമാണ് പറയാൻ ആഗ്രഹിച്ചത്. ബാലലീല എന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാര് എന്നല്ല, ഭാരതീയര് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാലലീല കഥ കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലെ. കഥ കേട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രല്ല, നമ്മളൊക്കെ ഒരു പക്ഷെ ആദ്യം കേട്ടിട്ടുള്ള കഥ ഈ കൃഷ്ണന്റെ ബാലലീലയാവും. കൃഷ്ണൻ വെണ്ണ കട്ടതും ഗോപികമാരെ കളിപ്പിച്ചതും ഗോപികമാര് കൃഷ്ണനെ കളിപ്പിച്ചതും ഇതൊക്കെയാണ് നമ്മൾ ആദ്യമേ കേട്ടിട്ടുണ്ടാവുള്ള കഥ. അപ്പൊ ബാലലീല പറയണം എന്ന് പറഞ്ഞപ്പോ കേൾക്കുമ്പോ നമുക്ക് തോന്നും കൃഷ്ണന്റെ ആ കുട്ടിക്കളികളൊക്കെ പറയാ എന്നുള്ള ഒരു ഇതല്ലേ വരുന്നുള്ളൂ. പക്ഷെ സത്യത്തില് ബാലലീല പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മറ്റുള്ള കഥകളൊക്കെ അതിന്റെ ആ റൂട്ട് അനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ ബാലലീല എന്ന് പറയുമ്പോ അത് കേൾക്കണ ആൾക്ക് ബോധിക്കണം അല്ലെ, പറയണ ആ കഥ അങ്ങോട്ട് ബോധിക്കണം, കൃഷ്ണനെ മനസ്സിൽ കാണാൻ സാധിക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. അത് പറഞ്ഞു ബോധിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. വേണ്ടത് മനസ്സിൽ പറയേണ്ടത് എങ്ങനെയാണോ പറയേണ്ടത് അത് തോന്നിക്കണത് ഭഗവാൻ, അത് നാവിലേക്ക് കൊണ്ടുവരുന്നത് ഭഗവാൻ, നാവ് ചലിക്കുന്നത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇനി ആ പറയണ കാര്യം ശ്രോതാക്കളിലേക്ക് ഉദ്ദേശിച്ച പോലെ എത്തുക, ഇങ്ങനെ 3 പ്രക്രിയകളാണ്. ഇത് 3ഉം ഭംഗിയായി നടക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് ഭഗവാന്റെ കാരുണ്യം ഒന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ സന്തോഷിക്കണേ, ഭഗവാൻ ഈ പുഷ്പവും അതേ സ്വീകരിക്കണേ. ഇതിനൊരു വേദി ഒരുക്കി തന്ന സജ്ജനങ്ങളായ എല്ലാവർക്കും ആദ്യം നമസ്കാരം അർപ്പിച്ചും കൊണ്ട് ആരംഭിക്കുകയാണ്. 44-ാമത്തെ ദശകത്തിലെ ആ ഗർഗ മഹർഷി വന്നിട്ട് ഭഗവാന്റെ നാമകരണം നടത്തിയ കഥ പറഞ്ഞു.
അപ്പോ ഭഗവാനും ഏട്ടനും രാമൻ, കൃഷ്ണൻ എന്ന് 2 പേരിട്ടു. അതിനുശേഷം പിന്നെ ആ ഭഗവാന്റെ ഓരോ ബാലലീലകളിലേക്ക് 45ാമത്തെ ദശകത്തിൽ പ്രവേശിക്കുകയാണ്. എന്താ നല്ല വികൃതിയുണ്ട്, കുസൃതിയുണ്ട്, അല്ലെ? ഒക്കെ ഉണ്ട്. കൃഷ്ണൻ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കൗതുകമാണ് മനസ്സിലേക്ക് വരിക. ഒരു ഔത്സുക്യാണ്. എത്ര വലിയ വിഷമം അനുഭവിക്കുന്ന സമയത്തും ഭഗവാന്റെ ആ ബാലസ്വരൂപം ഒന്ന് മനസ്സിൽ കണ്ട എല്ലാം എങ്ങോട്ടോ അങ്ങോട്ട് അലിഞ്ഞു പോണ പോലെ തോന്നൂലേ? അങ്ങനെയുള്ള ആ ഭഗവാൻ അത് ആ യശോദാദേവിക്കും നന്ദഗോപർക്കും തന്റെ മകനായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഭഗവാനെ ഓരോ ആ ശൈലിയിലും എങ്ങനെയാണോ അമ്മമാര് കുട്ടികളെ ആ വാത്സല്യിക്കാറ്, ആ ഭാവത്തില് യശോദാദേവിയും വാത്സല്യിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടണേലും ഒരു 100 ഇരട്ടി ആനന്ദം ആ അമ്മ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാനെ അതാ നാമകരണം വിളിച്ചതിന് ശേഷം, കൃഷ്ണ എന്ന് പേര് വിളിച്ചതിന് ശേഷം ഒരു ദിവസം ആ അമ്മ നന്നായിട്ട് അങ്ങോട്ട് ഉറക്കി, പാട്ടൊക്കെ പാടി ഉറക്കിയതിന് ശേഷം തന്റെ അറയിലുള്ള ആ പട്ടുമെത്തയിൽ കിടത്തി. ഭഗവാൻ ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോ എന്തോ പണിക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറി നിന്നൂന്നാ. കുറച്ചു കഴിഞ്ഞപ്പോ യശോദാദേവി വന്ന് നോക്കിയപ്പോൾ എന്താ ഭഗവാൻ ഉണർന്നിട്ടുണ്ട്. ഉണർന്നൂന്ന് മാത്രല്ല ആദ്യമായിട്ട് കമിഴ്ന്നൂന്നാ. അങ്ങനെ ഇങ്ങോട്ട് കമിഴ്ന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മലന്ന് കടന്നിട്ട് താൻ തന്റെ കൈകളിലേക്ക് ഇങ്ങനെ നോക്കണ പോലെ കമിഴ്ന്ന് കടന്നിട്ട് നോക്കുമ്പോ ചെയ്യാൻ ശ്രമിക്കുക. ചാഞ്ചേറിയിടുന്ന പിച്ചക്കളി കവിണു കിടന്നോ മനക്കയ്യുയർത്തിയിട്ടഞ്ചും വെവ്വേറെ തൃക്കൈ വിരലുകൾ മലരെ തൊട്ടു കിട്ടാഞ്ഞും അപ്പോൾ എന്നാ പറ്റുന്നുണ്ടോ? കമിഴ്ന്ന് കടന്നും കൊണ്ട് നമ്മുടെ കൈ രണ്ടും നമ്മുടെ മുഖത്തിന്റെ നേർക്ക് ആക്കാൻ നോക്കി എന്താ ഉണ്ടാവുക? നമ്മള് മുഖം കുത്തിയിട്ട് ആ വീഴും അല്ലെ? അപ്പൊ ആ ഒരു ഭാവം പറ്റണില്ല, വീണ്ടും ശ്രമിക്കുന്നുണ്ട്, പറ്റണില്ല. അപ്പൊ എന്താ ദേഷ്യം വരികയാണ്. കുഞ്ചിപ്പൂമെയ് മറിഞ്ഞമ്മലരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും എന്താണ്? അപ്പൊ ആ പറ്റണില്ല എന്ന് കണ്ടപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് മറഞ്ഞു. വീണ്ടും മലന്ന് കടന്നു. മലന്ന് കടന്നപ്പോഴാണ് ശ്രദ്ധിക്കണത് അമ്മ വന്ന് നിൽക്കുന്നുണ്ട്. ഇതുവരെ അമ്മ അവിടെ ഉള്ളത് അറിഞ്ഞിട്ടില്ല. കമിഴ്ന്ന് കിടക്കുമ്പോ കണ്ടിട്ടില്ല. മലന്ന് അങ്ങോട്ട് കടന്നപ്പോഴേക്കും അമ്മയെ കണ്ടു. അമ്മയെ കണ്ടപ്പോ തന്റെ ഈ വിഡ്ഢിത്ത അമ്മ കണ്ടുല്ലോ എന്നുള്ള ഒരു ഭാവം വരലും ഒരു ജാള്യതയാണ്. എന്നാ ആ ജാള്യത മറക്കണല്ലോ എന്നുള്ള ഒരു ഭാവത്തില് പെട്ടെന്ന് അങ്ങോട്ട് വാശി കാണിച്ചു. കൈ അങ്ങോട്ട് നീട്ടി കുഞ്ചിപ്പൂമെയ് മറിഞ്ഞമ്മലരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും കുഞ്ചിക്കൈ രണ്ടുമായി കാട്ടിന ഭുവനപതേ നിന്നെ ഞാൻ കൈ തൊഴുന്നേൻ. എന്താ പറഞ്ഞ? ആ വാശി പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ചിട്ട് അമ്മ എന്നാ എന്നെ എടുക്കൂ, അമ്മയ്ക്ക് അറിയാൻ പാടില്ല, തനിക്ക് അബദ്ധം പറ്റിയത് അറിയാൻ പാടില്ല എന്നുള്ള ഭാവത്തില് വേഗം വാശി പിടിച്ചും കൊണ്ട് അമ്മയുടെ നേരെ കൈ നീട്ടിയും കൊണ്ട് എന്നെ എടുക്കൂ എന്നുള്ള ഭാവത്തില്. എന്നാൽ സത്യം പറഞ്ഞ യശോദാദേവിക്കും രോഹിണി ദേവിക്കും നന്ദഗോപർക്കും ഒന്നും എടുക്കാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അവര് ഗൃഹത്തിലുള്ള മുതിർന്നവരാണ്, കൃഷ്ണന്റെയും രാമന്റെയും അച്ഛനമ്മമാരാണ്. പക്ഷെ അവർക്ക് എടുക്കാൻ സന്ദർഭം കിട്ടാറില്ല. കാരണം എന്താ? കൃഷ്ണൻ വന്ന് ജനിച്ച ആ ദിവസം മുതല് ഇവിടെ ഗോകുലത്തിലെ എല്ലാ ഗോപികമാരും ഗോപന്മാരും ഇപ്പൊ നന്ദഗോപരുടെ വീട്ടിലാണ്. ഏത് സമയവും അതെ, രാവിലെ ആ വെളിച്ചമായി കഴിഞ്ഞാൽ അപ്പൊ ഓടി വരും. എന്തിനാ? കൃഷ്ണനെ കാണണം അല്ലെ? അതിൽ അത്ഭുതമൊന്നും ഇല്ലാന്നാ. കാരണം എന്താ? ഗുരുവായൂരിരിക്കുന്ന ശില്പസ്വരൂപിയായ ഭഗവാനെ കാണാൻ നമുക്ക് എന്തൊരു തിടുക്ക അല്ലെ? ഇവിടെ ദൂരത്തിരിക്കുമ്പോ ആ ഭഗവാനെ ഇനി എന്നാ കാണാൻ പറ്റുക? അവിടെ എത്തണ വരെ അതേ ചിന്ത ഉള്ളൂ. അങ്ങനെ അത്രയും തിരക്കും തിടുക്കവും നമുക്കുണ്ടെങ്കിൽ ഉണ്ണിയായിട്ട് ഭഗവാൻ നേരിട്ട് വന്നപ്പോ എന്താ അത്ഭുതം ഉള്ളത്? ആ ഗോപികമാർക്കും ഗോപന്മാർക്കും സദാസമയവും അവിടെ നിൽക്കാനേ സമയമുള്ളൂ. അങ്ങനെ ആ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മാറി മാറി മൈക്കണ്ണിമാർ പലരും ഉണ്ണി എനിക്കെനിക്കെന്നുൽക്കണ്ഠയാ കളികൾ കാട്ടി വിളിക്കുമപ്പോൾ ഒക്കത്തിരുന്നു മറിയുന്നതയാമ്പുരാശേ തൃക്കാൽ തൊഴാനരുളു നീ കരുണാകടാക്ഷം. പൂന്താനം പറയണു. ഇല്ല, അച്ഛനമ്മമാർക്ക് പറ്റാറില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാറി 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 പോവാന്നല്ലാതെ അച്ഛനമ്മമാർക്ക് പറ്റാറില്ല. എന്നാ പിന്നെയും പറ്റും രാത്രി. രാത്രി എല്ലാവരും പോവുമല്ലോ തിരിച്ചു വീട്ടിലേക്ക്. അങ്ങനെ രാത്രി ഉറക്കാൻ വേണ്ടിയിട്ട് ഓരോ കളികള്, ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കളികള് അല്ലേ? നമ്മളൊക്കെ പതിവില്ലേ രാത്രി ആ അമ്പിളി അമ്മാമനെ കാണിച്ചും കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുക. ഇവിടെ ഏതാ യശോദാദേവി ഭഗവാനെ എടുത്തും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ അങ്കണത്തിൽ വന്ന് നിലാവുള്ള രാത്രിയില് ആ അമ്പിളി അമ്മാമനെ കാണിച്ചും കൊണ്ട് ഭക്ഷണം കൊടുക്കുക. നോക്കൂ കൃഷ്ണ, അമ്പിളി അമ്മാമൻ നോക്കൂ ആകാശത്തിലെ എന്ന് പറയുമ്പോ എന്താ കുട്ടികൾ സാധാരണ പറയാ? എനിക്ക് ഇപ്പൊ അമ്പിളി അമ്മാമനെ വേണമെന്ന് പറയൂലേ? എല്ലാ കുട്ടികൾക്കും അത് പറഞ്ഞാൽ കിട്ടില്ല. പക്ഷെ ഇവിടെ ആരാ? ജഗദീശ്വരൻ തന്നെയാണ് അല്ലെ? ഭഗവാൻ എന്ന് വിചാരിച്ചാൽ ചന്ദ്രൻ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? മാനത്തമ്മാമനെ കണ്ട മൃദു പൊഴിയുമ കണ്ണനുണ്ണിക്കു ചിത്തേ മാനത്തെ കൈ വളർപ്പാൻ അമൃത കിരണനും മെല്ലെ മേലെ നിറങ്ങി ഇറങ്ങിക്കൊടുത്തു എന്നാണ് ചന്ദ്രൻ. ഭഗവാൻ അങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും
ഭഗവാന്റെ കയ്യിലേക്ക് ആ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പൊ അമ്മയ്ക്ക് ആകെ അത്ഭുതമായി. ഇങ്ങനൊരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. മാനിച്ചമ്മയ്ക്കു കാട്ടി പ്രമദ പരവശാൽ രണ്ടു കൈ കൊണ്ടു മന്ദം മാനത്തേക്കങ്ങയച്ചീടിന തൊഴിൽ ഒരു നാൾ കാൺമതിൻ ഭാഗ്യമുണ്ടോ. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? പ്രകൃതിയുടെ നിയമമാണ് അല്ലെ. ചന്ദ്രൻ ഇവിടെ താഴെ ഭൂമിക്ക് ഇറങ്ങി വന്നാൽ പറ്റുമോ? പറ്റില്ല. വന്നാ പൊയ്ക്കോളൂ എന്നുള്ള ഭാവത്തില് ഭഗവാന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോയി എന്നാ പറയണെ. ഇങ്ങനെ ഓരോ കളികള്. ഉറക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പാ, വാശിയാണ്, അങ്ങനെയൊന്നും ഉറങ്ങില്ല. അവിടെ വികൃതിയും കാണിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ എന്ത് ചെയ്യും? നാളീകലോചനുറക്കുവരാഞ്ഞശോദ. കഥ പറഞ്ഞു കൊടുക്കുന്ന ആരുടെ കഥയാ പറയാനുള്ളത്? നാരായണന്റെ ചരിതം കഥ ചൊല്ലും അപ്പോൾ. നാരായണന്റെ കഥയെന്നെ പറയാൻ അറിയുള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ തന്നെ മത്സ്യമായി വന്നതും വരാഹായി വന്നതും കൂർമ്മായി വന്നതും പാലാഴി മഥനത്തില് മോഹിനിയായി വന്നതും ഇതൊക്കെ തന്നെയാ പറഞ്ഞു കൊടുക്കണത്. ഇതേ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ. ആ യശോദാദേവിക്ക് എന്താ അറിഞ്ഞിട്ടാ? ആ നിഷ്കളങ്ക ഭാവത്തിനെ അമ്മയായി സ്വീകരിച്ചില്ലേ ഭഗവാൻ. അങ്ങനെ ആ കഥ പറഞ്ഞു കൊടുക്കാണ്. ഒരു ദിവസം എന്താണ് കഥ? സീതാം ഹരിച്ചു ദശകന്ധരൻ. രാമായണാണ് കഥ. ആരണ്യകണ്ഠം. ആ സീതാദേവിയെ രാവണൻ വന്നിട്ട് കട്ടുകൊണ്ടുപോയ കഥയാ പറയണത്. ഭഗവാൻ നല്ല ശ്രദ്ധിച്ചിട്ടാ കഥ കേൾക്കണത്. ആ ശ്രദ്ധയിൽ എന്താ ഉണ്ടായത്? സീതാം ഹരിച്ചു ദശകന്ധരൻ എന്നു കേട്ടിട്ടാലോകനാഥൻ അയി ലക്ഷ്മണ എന്നുരച്ചു എന്നാ പറയണത്. എന്താ? ഒരു നിമിഷത്തിന് ശ്രീരാമസ്വാമി ആയി എന്നാ പറയണത്. അപ്പുറത്ത് രാമേട്ടനുണ്ട് കിടന്നുറങ്ങണു. അറിഞ്ഞിട്ടില്ല രാമേട്ടൻ ഭാവം ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് അയി ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് തുടക്കൊരു അടി കൊടുത്തു എന്നാ പറയണത്. അപ്പൊ ആ ഒരു ഭാവം അപ്പോഴേക്കും രാമനായി വാശി. ഇതുവരെ കിടന്നുറങ്ങുമായിരുന്നു പാവം. അങ്ങനെ ആ യശോദാദേവിക്ക് ഇങ്ങനെ ഓരോ ലീലകള് ആസ്വദിക്കാൻ സാധിക്കണം. ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല. കുറച്ചങ്ങോട്ട് മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ അപകടത്തിന്റെ അടുത്തേക്ക് അല്ലാണ്ട് പോവില്ല. ഭാഗവതം പറയണു. എന്താ? പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ കൊണ്ടേ തലയിടുക. അഗ്നി പോയിട്ട് തൊട്ട് നോക്കുക. നല്ല ഒരു വെളിച്ചം ഉണ്ടല്ലോ അവിടെ. എന്താ അത് നോക്കാൻ വേണ്ടി അഗ്നി പോയിട്ട് തൊട്ട് നോക്കുക. കിണറ്റിന്റെ അടുത്ത് പോയിട്ട് കുനിഞ്ഞു നിന്നിട്ട് അമ്മയെ നോക്കൂ, ഇന്നെ പോലെ ഒരു കുട്ടി ഇത് അങ്ങോട്ട് നോക്കണു എന്ന് പറഞ്ഞിട്ട് ചാടാൻ നോക്കുക. ഇങ്ങനെയുള്ള ഓരോ ഭാവം. യശോദാദേവി കുട്ടിയല്ലേ, അല്ലെ, തന്റെ മകനല്ലേ, പറ്റുമോ? ആ അപകടത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് ഓടിച്ചെല്ലും. ഭഗവാൻ എന്താ അപകടം? അഗ്നി വേണമെങ്കിൽ ആ തണുത്ത AC-യുടെ കാറ്റ് പോലെ വേണമെങ്കിൽ നിന്ന് കൊടുക്കൂലേ. പക്ഷെ യശോദാദേവിക്ക് അറിയില്ല. എന്നാ ഒരു നിമിഷം ആ യശോദാദേവിക്ക് കൃഷ്ണനെ കുറിച്ച് അല്ലാതെ ചിന്തിക്കാൻ പറ്റണില്ല. ഓരോ വികൃതി കാരണം. ഉടുപ്പഴിക്കും മുതുകത്തുകേറും ഉടച്ചിടും പാൽക്കലമെന്നു വേണ്ട ഒട്ടിൻ പുറത്തോടും ഇടയ്ക്കു ചാടും ഈ കൃഷ്ണനെ കൊണ്ടു കുഴങ്ങിയല്ലോ. കൃഷ്ണന്റെ ഓരോ വികൃതിത്തരം കാരണം ഒരു ഭാഗത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. മാത്രല്ല ആ മനസ്സ് ആ കൃഷ്ണന്റെ അടുത്തുനിന്ന് അല്ലാതെ ഒരു ഭാഗത്തേക്ക് പോവാനും സമ്മതിക്കില്ല. നമുക്കൊക്കെ എങ്ങനെയാ? തിരിച്ചല്ലേ. നമ്മുടെ ആ പ്രാരബ്ധത്തിന്റെ ഇടയിൽ നമുക്ക് കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാനാണ് പറ്റാത്തത്. നമ്മൾ നാമം അങ്ങനെ ചൊല്ലുന്നുണ്ട്, നാരായണി അങ്ങനെ വായിക്കുന്നുണ്ട്, സഹസ്രനാമം അങ്ങനെ ചൊല്ലുന്നുണ്ട്. പക്ഷെ ആ സമയത്തും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റുള്ള ലൗകിക ചിന്തകളാ. അല്ലെ? കുട്ടികളെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ, ജോലിയെ കുറിച്ച്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൂ. സഹസ്രനാമാണ് ചെല്ലണത്. പക്ഷെ ഭഗവാനെ മനസ്സിൽ കാണാൻ നമുക്ക് സാധിക്കണില്ല, ധ്യാനിക്കാൻ സാധിക്കണില്ല. നമ്മുടെ പ്രാരബ്ധം കാരണം നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ പറ്റണില്ല. ഇവിടെ യശോദാദേവിയുടെ ഭാഗ്യം എന്താന്ന് വെച്ചാൽ പ്രാരബ്ധം തന്നെ ഭഗവാനാ. നോക്കൂ, ഭഗവാൻ തന്നെ പ്രാരബ്ധമായിട്ട് വന്നപ്പോ വേറൊന്നും ചിന്തിക്കാൻ സാധിക്കണില്ല. അതാണ് സത്യം. ഇങ്ങനെ ഓരോ വികൃതികള്. വീട്ടിലുള്ള വികൃതി കുറച്ചങ്ങട്ട് എന്താ അമ്മയ്ക്കും അച്ഛനും കാണിച്ചു കൊടുത്തതിന് ശേഷം പോരാ. എന്താ ആ ശിവേലിക്ക് പുറത്ത് വരണത് പോലെ ഇനി പുറത്തിറങ്ങിയിട്ടാവാം കുറച്ച് എന്നുള്ള ഭാവത്തില് മറ്റുള്ള ഗോപികമാരുടെയും ഗോപന്മാരുടെയും ഒക്കെ വീട്ടിലും തുടങ്ങി. ആ ഒരു ഗോപിക പറയണത് ഒട്ടൂര് പറയുന്നുണ്ട്. എന്താ? വീട്ടില് നല്ല മധുര പലഹാരം ഉണ്ടാക്കുമായിരുന്നു. ആ ഉണ്ടാക്കണ സമയത്ത് ഈ രമാമണാളൻ മണത്തറിഞ്ഞു വന്നൂന്നാ. മിഠായി നിർമ്മിപ്പതു ദൂരെ നിന്നു മണത്തറിഞ്ഞങ്ങു രമാമണാളൻ അണഞ്ഞു പൊന്നിൻ തളയിട്ട കാൽ കൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ. അടുക്കളയ്ക്ക് ഓടി വന്നു മണത്തറിഞ്ഞിട്ടേ. എന്താണ്? മധുരപലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ഗോപികയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. കിട്ടുവോ കിട്ടുവോ കൊതിയനായിട്ടേ. അപ്പൊ പറയുന്നുണ്ട്, തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചതെന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ. എന്താ പറഞ്ഞത്? ഗോപികയെ നോക്കിയിട്ട് പറയാണ്, എന്നെ നീ വിളിച്ചില്ലേ? കൃഷ്ണാന്ന് നീ വിളിച്ചില്ലേ? അപ്പോഴല്ലേ ഞാൻ വന്നത്. ഗോപിക അങ്ങനെ അന്തം വിട്ട് നോക്കുകയാണേ കൃഷ്ണനെ. അപ്പൊ അതാ പറയണു, ചെന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ചൊൽകെ ഭഗവാൻ കരഞ്ഞു.
ഞാൻ നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, നിനക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞിട്ട് ഗോപി അങ്ങോട്ട് മുഖം മാറ്റിയപ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നീ കിട്ടില്ലേ, കളവ് പറയുകയും ചെയ്തു, എന്നിട്ട് മധുരപലഹാരം കിട്ടൂലേ എന്നുള്ള ഭാവത്തില് അങ്ങനെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ഭഗവാനെ ആസ്വദിച്ച ആ ഗോപികമാര് ഒരു ഭാഗത്ത് ഇരിക്കില്ല, ഒരു ഭാഗത്ത് സ്വൈര്യമായിട്ട് ഇരിക്കില്ല, ഏത് സമയവും കളിയും വികൃതിയാണ്. അപ്പൊ ഇനി ഇരിക്കണം എന്നുണ്ടെങ്കിൽ യശോദാദേവി എന്താ ചെയ്യുക, പണി നടക്കണല്ലോ, അവിടെ തൈര് കടയണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പണികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്ന, ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾ കാലാട്ടുമ്പോ നമ്മൾ സ്വതവേ എന്താ പറയുക, ഇമ്മട്ടു കാലാട്ടരുതോ മണി നിൻ അമ്മാമനായുസ്സു കുറഞ്ഞു പോകും, അല്ലെ? അങ്ങനെ പറയാ. കുട്ടികൾ കാലാട്ടണ നല്ല ശീലല്ല. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ പൊതുവെ കുട്ടികൾക്ക് അമ്മാവന്മാരോട് നല്ല ഇഷ്ടാവും. അപ്പൊ അമ്മാമന് ആയുസ് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ കുട്ടികൾ നിർത്തും. അതിന് വേണ്ടിയിട്ടാ പറയണേ. പക്ഷെ കൃഷ്ണനെ പോലെയുള്ള അമ്മാവന്മാരാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ പ്രതികരിച്ച പോലെയാവും പിന്നെ പ്രതികരിക്കുക. എന്നമ്മ തന്നോടു പറഞ്ഞ നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കണ്ണൻ. എന്താ നനച്ചത് നമുക്കറിയാം. ആരാ അമ്മാമൻ? കംസന. കംസന്റെ ആയുസ് കുറയെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് താൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത് തന്നെ. അപ്പോ അത് വിചാരിച്ചിട്ട് ഒന്ന് ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല, അമ്മയ്ക്ക് അറിയില്ലല്ലോ ഈ കഥയൊന്നും. ഒന്ന് ചിരി, ആ ഒരു ചിരി കൊണ്ട് മാത്രം അവിടെ കഥ അവിടെ അവസാനിപ്പിച്ചു എന്നാ പറയണത്. അത് കഴിഞ്ഞ് പറയണു ഓട്ടൂരിന്റെ കഥകള്, ഓട്ടൂരിന്റെ ആ ഭാവന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനേകം പറയാൻ പറ്റും കേട്ടോ. കുളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ, ആ നീരാട്ടിനായി സൂരജയിങ്കൽ വന്നാൽ തൃക്കൈയൊല പെണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായി തൻ കുടവഠിയിന്മേൽ പൂശി തുടങ്ങും ശിശുവെ തൊഴുന്നേൻ. യമുനാ നദിയുടെ തീരത്ത് കുളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എണ്ണയൊക്കെ എടുത്തിട്ട് ആദ്യം തന്റെ കുടവയറിന്റെ മുകളിൽ ഇങ്ങനെ പൂശുക. അങ്ങനെ ഒരു ശീലാണ് കുട്ടികൾക്ക്, അങ്ങനെയാണല്ലോ ഒരു കൗതുകം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പക്ഷെ രാമൻ അത് ഇഷ്ടമല്ല. രാമൻ ആ എണ്ണയിലൊന്നും കൈയിടുന്നത് ഇഷ്ടമല്ല. അപ്പൊ അതാ പറയണു, പിന്നാലെ രാമൻ വടിയായടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തന്റെ ഉടുത്ത വസ്ത്രത്തിലൊളിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ. അങ്ങനെ രാമേട്ടൻ ഓടി വന്നിട്ട് അടിക്കാൻ പുറപ്പെട്ട എന്താ ചെയ്യാ, യശോദയുടെ വസ്ത്രത്തിൽ വേഗം പോയിട്ട് അങ്ങോട്ട് ഒളിക്കും. എന്നിട്ട് പേടിച്ചവനെ പോലെ ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചും കൊണ്ട് ആ ഒരു ഭാവത്തിൽ നിൽക്കും. അതും ആസ്വദിക്കാൻ ആ യശോദയ്ക്കാണ് സാധിക്കുന്നത്, അല്ലെ? ഈ രാമേട്ടനെ കൊണ്ട് വലിയ ഉപദ്രവ, ഏത് സമയവും ആ ഏട്ടൻ എന്നുള്ള ഭാവം, അല്ലെ? തന്നെക്കാളും വലുതാണെന്നുള്ള ഒരു ഭാവത്തിൽ എപ്പോഴും അടിക്കാൻ വരിക, വികൃതി കാണിക്കുക, ഇങ്ങനെയൊക്കെ ഒരു ശീലാണ് രാമന്. ഈ രാമനെ ഒരു പാഠം പഠിപ്പിക്കണം ഒരു ദിവസം വിചാരിച്ചു അത്രേ. അപ്പൊ എന്താ, അത് പറ്റില്ല, താൻ അനിയനല്ലേ, ജ്യേഷ്ഠനെ എങ്ങനെയാണ് ധിക്കരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യാ, പൊതുവെ രാമേട്ടൻ അച്ഛന്റെ മുന്നിൽ നല്ല വിനയാന്വിതനായിട്ടാ നിൽക്കുക, പേടിച്ച് വരച്ചുകൊണ്ടാ നിൽക്കുക. അപ്പൊ താൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ എന്നാ ചിന്തിക്കണത്. ഞാൻ അച്ഛന്റെ അത്ര വലുതായി കഴിഞ്ഞാൽ പറ്റും. അപ്പൊ എങ്ങനെയാ അപ്പൊ അച്ഛന്റെ അത്ര വലുതാവുക ചിന്തിക്കുകയാണേ. അപ്പൊ നോക്കുമ്പോ ഒരു വ്യത്യാസമുണ്ട്. തന്റെ കാലില് തളണ്ട്, പാദസരമുണ്ട്, അച്ഛന്റെ കാലില് തളയില്ല. അപ്പൊ അത് ചിന്തിച്ചിട്ട് പറയുകയാണ്, തൃക്കാലിലെ പൊൽത്തളയൂരി വെച്ചാൽ താൻ അച്ഛനോളം വലുതാകുമെന്നായി ഉൾക്കാമ്പിലോർത്തിട്ടതിനമ്മയോടു ശാഠ്യം പിടിക്കും ഭഗവാനു കൂപ്പാം. എന്താണ്, അമ്മേ ഈ താളം എനിക്ക് ഊരിത്തരൂ. എന്തിനാണ്? അച്ഛന്റെ അത്ര വലുതാവാനാ. അച്ഛന്റെ മുന്നിൽ ഏട്ടൻ നല്ല വിനയാന്വിതനായിട്ടേ നിൽക്കുള്ളൂ. അപ്പൊ ഈ ഏട്ടനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മയോട് ശാഠ്യം പിടിക്കുകയാണ്, ഈ താളം എനിക്ക് ഊരിത്തരൂ എന്ന് പറഞ്ഞിട്ട്. എന്താ ഊരിത്തന്ന ഗുണം എന്നറിയോ? ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ, അച്ഛന്റെ അത്ര ഞാൻ വലുതായി കഴിഞ്ഞാൽ ഏട്ടന്റെ പേരേ പറയുള്ളൂ. പിന്നെ പിന്നെ എനിക്ക് ഏട്ടാ ഏട്ടാന്ന് വിളിച്ച് പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഞാൻ വിളിക്കുക, ഇങ്ങോട്ടു വായോ ബലഭദ്ര, ഇങ്ങോട്ട് വാടാ ബലഭദ്ര എന്നങ്ങോട്ട് പറയും ഞാൻ. അപ്പോ എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. നോക്കൂ എന്താണ് പറയണത്, ആ ബലഭദ്രൻ എന്റെ മുന്നിൽ വന്നിട്ട് അങ്ങോട്ട് പേടിച്ച് വറച്ചവനെ പോലെ നിൽക്കും. ഇത് കേട്ടിട്ട് യശോദാദേവിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ വിഡ്ഢി, എന്താ പറയണത്, ഈ ഇങ്ങനെ ഒരു വിഡ്ഢിത്തം പറയണ ഒരു കുട്ടി, ഈ വിഡ്ഢി എന്നായി ആര് കേൾക്കെ, ഇതേ ബലഭദ്രർ കേൾക്കെ. ഈ വിഡ്ഢി എന്നായി ബലഭദ്രർ കേൾക്കെ യശോദ നിന്നോടുര ചെയ്തുവെങ്കിൽ കേഴുന്നൊരെന്നൽപരസക്കുടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കുടുക്കേ. അപ്പോഴേക്കും അല്പരസം വരിക, ആരെ കേൾപ്പിച്ചിട്ടാണ് പറയണത്, രാമനെ കേൾപ്പിച്ച. രാമനെ പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് താൻ പറഞ്ഞു പുറപ്പെട്ടത്. അതേ രാമനെ കേൾപ്പിച്ചിട്ട് തന്റെ അഭിമാനം അവിടെ ഇല്ലാണ്ടായി എന്ന് കണ്ടപ്പോഴേക്കും മുഖമൊക്കെ കൂടി അങ്ങോട്ട് കേണും കൊണ്ട് അല്പരസം കാണിച്ചും കൊണ്ട് അങ്ങനെയുള്ള ആ നീലരസ കുടുക്കയെ ഞാൻ തൊഴുവാണെന്നാണ് ഓട്ടൂരിന്റെ ആ ഒരു ഭാവന. ഇങ്ങനെ
പറയാൻ സാധിക്കില്ല. എത്ര പറഞ്ഞാലാ മതിയാവുക. ഇവിടുന്ന് ആ കളികളൊക്കെ ഓരോന്നിങ്ങനെ കൂടി കൂടി വരുന്ന സമയത്ത് ഗോപികമാർക്ക് എപ്പോഴും ഇപ്പൊ ഇവിടെ വന്നിട്ട് നോക്കാൻ പറ്റുമോ? പറഞ്ഞില്ലേ, ആ കൃഷ്ണൻ ജനിച്ചപ്പോ മുതൽ അവർ ഇവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ എപ്പോഴും ഇവിടെ വന്നിട്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഓരോ കളികൾ തുടങ്ങിയത്. നമുക്കറിയാം, ആ വെണ്ണ കട്ടും കൊണ്ടും പാല് കട്ടും കൊണ്ടും അല്ലെ, അവരെയൊക്കെ കളിപ്പിച്ചും കൊണ്ട്, ഇല്ലേ, അവര് കൃഷ്ണനെ കളിപ്പിച്ചും കൊണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ വെണ്ണ തരാം ഗോപാല. അല്ലെ, വെണ്ണ തരാന്ന് പറഞ്ഞ ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ കൃഷ്ണൻ നൃത്തമാടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓരോ കളികൾ പറഞ്ഞിട്ട് കളിപ്പിക്കുന്ന ഗോപികമാര്, ഇല്ല, ഗോപികമാരെ കളിപ്പിക്കുന്ന കൃഷ്ണൻ. എന്തിനാണ് കളിപ്പിക്കണത്? എന്തിനാണ് ഇങ്ങനെ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഓരോ കളികൾ കാണിക്കണത് എന്ന് വെച്ചാൽ, വെണ്ണ കട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വാച്യാർത്ഥം എടുക്കണ്ട. വെണ്ണ എന്ന് സൂചിപ്പിക്കണത്, ഇങ്ങനെ ഓരോ തവണ അവരെ വീട്ടിൽ ചെന്നിട്ട് വികൃതി കാണിക്കുമ്പോൾ ശരിക്കും കട്ടത് എന്താ? അവരുടെ ഹൃദയം തന്നെയാണ് അല്ലെ കട്ടത്. അപ്പൊ അത് ആലോചിക്കുന്ന സമയത്ത് നോക്കൂ, എന്നും പരാതിയാണ് യശോദയുടെ അടുത്ത് വന്നിട്ട്, കൃഷ്ണൻ അത് ചെയ്തു, കൃഷ്ണൻ ഇത് ചെയ്തു, ഇത് പൊട്ടിച്ചു, അത് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയാണ്. പക്ഷെ ഒരു ദിവസം ആ കൃഷ്ണൻ വരാതിരിക്കട്ടെ, സഹിക്കോ അവർക്ക്? കള്ളം വരാതിരിക്കുമ്പോ സമാധാനം ഉണ്ടാവേണ്ടത്. ഒരു ഗോപിക പോലും പറയണത് കേൾക്കില്ല. ഹാവു, ഇന്ന് എന്റെ വീട്ടില് കള്ളം വന്നില്ല, കൃഷ്ണൻ വന്നില്ല പറഞ്ഞിട്ട് ഒരു സമാധാനമായിട്ട് പറയണത് നമ്മൾ കേൾക്കില്ല. ഇന്ന് വന്നില്ലല്ലോ, എന്റെ വീട്ടിൽ ഇന്ന് കള്ളം കക്കാൻ വന്നില്ലല്ലോ എന്നാണ് ഗോകുലത്തിൽ എല്ലാവരുടെയും ഭാഷ. അതെന്താ? കാരണം അത്രയും ആസ്വദിക്കുകയാണ് ആ കൃഷ്ണനെ. കൃഷ്ണന്റെ ഓരോ വികൃതികള്, ഓരോ ദിവസവും ആ വെണ്ണയും പാലും ഒക്കെ കെട്ടി വെക്കുന്ന സമയത്ത്, ആ ഇന്ന് കൃഷ്ണൻ വന്നിട്ട് ഇത് ഇങ്ങനെ ഉടയ്ക്കും, അല്ല അങ്ങനെ ഉടയ്ക്കും, അവരുടെ ഭാവനയിൽ അവർ കാണുന്നുണ്ട്. അതിനനുസരിച്ച് വന്ന് ഭഗവാൻ ഉടച്ചു പോണൂന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും പരാതിയാണ് കൃഷ്ണനെ കുറിച്ച്. അത് പറയുമ്പോഴും ഒരു രസം. യശോദാദേവിക്കും അതെ, അതൊരു ആസ്വാദനം. ഇങ്ങനെ ആ ഭഗവാൻ അവരെ ഓരോരുത്തരെയും ആനന്ദിപ്പിച്ചും കൊണ്ട്, അല്ലെ, നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ ഭഗവാനെ ആസ്വദിക്കാൻ? മനസ്സുകൊണ്ട് നമുക്ക് സാധിക്കണില്ല, അവർക്കത് നേരിട്ട് സാധിച്ചു വെച്ചാൽ അവരുടെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ 46ാമത്തെ ദശകത്തിൽ പിന്നെ വിശ്വദർശനം പറയുന്നു. ഒരു ദിവസം എല്ലാരും കൂടി വന്ന് പറഞ്ഞു, ഭഗവാൻ മണ്ണ് തിന്നു. മണ്ണ് തിന്നു എന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഭഗവാന്റെ വായ തുറന്നു കാണിക്കാൻ പറഞ്ഞു യശോദാദേവി. മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയാണ്. ഒരു തരി മണ്ണ് ഭഗവാന്റെ വായയിൽ കാണാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഭൂമി എന്നല്ല, 14 ലോകവും ഭഗവാൻ ആ വായേന്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു. അല്ലെ, അങ്ങനെ ആ അമ്മയെ മോഹിപ്പിച്ചു. അങ്ങനെ ഒരു ലീല. താൻ സാധാരണക്കാരനല്ല, പക്ഷെ അമ്മ അത് ഓർത്തിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അമ്മൊക്കെ മറക്കം ചെയ്തു. ഭഗവാന്റെ ആ മായ തന്നെയാണ്. അത് കഴിഞ്ഞ് പറയണു, ഈ ലോകത്തിൽ ഒരാൾക്കും സാധിക്കാത്ത ഒരു കാര്യം അതാ യശോദാദേവിക്ക് മാത്രം സാധിച്ചു എന്നാ. ധ്യാനിക്കുമ്പോ മനസ്സിൽ വന്ന് ഇരുത്താൻ നോക്കണ സമയത്ത് കൊതറിപ്പോണ ആളാ ഭഗവാൻ, അല്ലെ. യോഗീശ്വരന്മാർക്ക് പോലും എത്ര ബുദ്ധിമുട്ടി മെനക്കെട്ട് തപസ് ചെയ്ത് ഒക്കെയാണ്, എന്നിട്ടും പറ്റണില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചു. ആർക്കേ സാധിച്ചുള്ളൂ? യശോദാദേവിക്ക് മാത്രമേ സാധിച്ചുള്ളൂ എന്ന് പറയാണ്. സാധാരണ കയറുകൊണ്ട് കെട്ടാൻ പറ്റുമോ ഭഗവാനെ? പറ്റില്ല. അവിടെ കണ്ട ഏതോ ഒരു കയറെടുത്തിട്ടല്ല യശോദാദേവി കെട്ടിയത്. ആ ഭക്തി എന്നുള്ള കയറ് അതെടുത്ത് കെട്ടിയപ്പോ ഭഗവാൻ മിണ്ടാണ്ട് ബന്ധനസ്ഥനായി കൊണ്ട് അവിടെ നിന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു കയറുകൊണ്ട് മാത്രമേ ഭഗവാനെ കെട്ടാനും സാധിക്കുള്ളൂ. യശോദാദേവി നമുക്ക് കാണിച്ചു തരികയാണ്. അറിവ് വേണ്ട, ജ്ഞാനം വേണ്ട, വിരക്തി വേണ്ട, ഒന്നും വേണ്ട. നിഷ്കളങ്കായ ഭാവത്തോടു കൂടി ആ ഭഗവാനെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. അത് മാത്രം മതി ഭഗവാന്. അത് മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. എത്ര വലിയ നമ്മൾ യജ്ഞം നടത്തി പല കാര്യങ്ങൾ ഭഗവാനായി കൊണ്ട് സമർപ്പിച്ചു എന്ന് വെച്ചാലും മനസ്സിൽ ആ ഭക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് നിഷേധിക്കണോ? ഇല്ല. ഒരു തുള്ളി വെള്ളം ഭഗവാനായി സമർപ്പിച്ചു. പക്ഷെ കൃഷ്ണ സന്തോഷിക്കണേ, ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിക്കുമ്പോഴേക്കും ആ കുചേലനെ അനുഗ്രഹിച്ചത് നമ്മൾ കണ്ടതല്ലേ. എന്ത് കൊടുക്കണു എന്നുള്ളതിനല്ല, ഏത് ഭാവത്തിൽ കൊടുക്കണു എന്നുള്ളതിന് ആ പ്രാധാന്യം കൽപ്പിക്കുന്ന ആള് ഗുരുവായൂരപ്പൻ. യശോദയ്ക്ക് എന്തുകൊണ്ട് സാധിച്ചു? വീണ്ടും ഓട്ടൂരിന്റെ ഒരു ഭാവനയിൽ പറയണു, മഹാദേവന്റെ മുൻപിൽ ചെന്ന് പറഞ്ഞു എന്നാ, മഹേശ്വരൻ തൻ തിരുമുൻപിൽ നിന്നാ യശോദ മുന്നം മടി കാട്ടിയപ്പോൾ. മഹാദേവന്റെ മുൻപിൽ ചെന്ന് സങ്കടം പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയും നിഷ്കളങ്ക ഭക്തിയോട് കൂടിയാണ് പറഞ്ഞത്. അപ്പോ മഹാദേവൻ എന്താ ചെയ്തത്? മടിച്ചിടാതീശൻ അവൾക്കെടുത്ത് അവൾക്കെറിഞ്ഞു കൊടുത്തൊരോണപ്പുടവയ്ക്കു എന്ന് പറയണ. കൃഷ്ണൻ ജനിക്കുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണല്ലേ. അപ്പോ ആ യശോദാദേവിക്ക് എന്നാ ശരി, ഓണൊക്കെ അല്ലേ വരുന്നത്, ഒരു സമ്മാനം ആയിക്കോട്ടെ, ഒരു പുടവ ആയിക്കോട്ടെ എന്നുള്ള ഭാവത്തില് എറിഞ്ഞു കൊടുത്ത ഒരു ഓണപ്പുടവയാണ് ഇത്രേ ഗുരുവായൂരപ്പൻ. ആ ഒട്ടൂരിന്റെ ഭാവന നോക്കൂ. അത്രയും
ഭാഗ്യവതിയായ ആ യശോദാദേവി. ആ യശോദാദേവിയെ മനസ്സിൽ കണ്ടാൽ മതി, ഭഗവാനെ കാണുമൊന്നും വേണ്ട, ഭഗവാനെ നമസ്കരിക്കൊന്നും വേണ്ട. യശോദാദേവിയെ അല്ല, യശോദാദേവിയുടെ ആ ഒരു പാദരേണുവിനെ അതിനെങ്കിലും നമ്മൾ നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഭഗവാന്റെ ഭക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വളർന്നു. അങ്ങനെയുള്ള ആ ഗോപികമാരെ, ആ യശോദാദേവിയെ എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചും കൊണ്ട് സമർപ്പിക്കുകയാണ്. ബാലലീല എന്ന് പറയുമ്പോൾ സാധാരണ പറയാറുള്ള കഥകൾ ഏതൊക്കെയാണെന്ന് മുഴുവൻ അറിയില്ല. നിങ്ങൾക്ക് അറിയണ എല്ലാ കഥകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പറഞ്ഞ കഥകൾ മുഴുവൻ ഭംഗിയായി വ്യക്തമായി പറയാൻ സാധിച്ചോ എന്നറിയില്ല. ഒന്നും അറിയില്ല. എന്നാലും ഭഗവാൻ തോന്നിച്ച പോലെ ആ കവികളുടെ ആ ഒരു ഭാവനയിൽ കണ്ട ചില ആ കഥാസന്ദർഭങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. സജ്ജനങ്ങള് എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണം, അനുഗ്രഹിക്കണം. സമയം വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്.